ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് സ്കാലപ്പ് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് സാധാ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടേപ്പിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ. അപ്പോൾ ആ ഒരു ചുരിദാറിൻ്റെ ഷാളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നിവർത്തുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് പോയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ഷാളായ കാരണം ഒരു തട്ടിക്കൂട്ടിൽ ചെയ്ത പണിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഷോളിൻ്റെ 4 സൈഡൊന്ന് വരച്ചു കൊടുക്കട്ടെ. ഇതുപോലെ ചോക്ക് വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു മിഷനിൽ ഇതുപോലെ നമ്പറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പല രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഏറ്റവും കുറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള പെട്ടെന്നൊരു തോന്നിയ ഐഡിയക്ക് ചെയ്തതാണ്. ഇതുപോലെ പതുക്കെ ഇങ്ങനെ ആ ഒരു കോർണർ വരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയിൽ വരും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതിട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണം ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു മെഴുകുതിരി വെച്ചിട്ടാണ് സൈഡൊന്ന് ഉരുക്കി കൊടുക്കുന്നത് കേട്ടോ. അത്ര കണ്ട് പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ സോൾഡറിങ് അയണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ചെയ്ത കാരണം ഒരു തട്ടിക്കൂട്ടിൽ ചെയ്ത ഒരു ഷോളാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഷോൾ ഇത് ഷിഫോണിൻ്റെ ഒക്കെ ഷോളായ കാരണം പെട്ടെന്ന് ഉരുകി പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.